ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് അനുഗ്രഹീതമായ ഒരു ശ്ലീഹ നോമ്പിന്റെ കാലയളവാണ്. പരിശുദ്ധ ശ്ലീഹന്മാരുടെ മധ്യസ്ഥതയും അവരുടെ പ്രേക്ഷിത പ്രവർത്തനവും അവരുടെ ദൈവരാജ്യത്തോടുള്ളതായ തീഷ്ണതയും നിശ്ചയമായും നമുക്ക് ഒരു പ്രചോദനവും പ്രോത്സാഹനവും അതൊരു വലിയ അനുഗ്രഹവുമായി തീരുവാൻ തക്കവണ്ണം നമ്മൾക്കെല്ലാവർക്കും അനുഗ്രഹകരമാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ 12 ശ്ലീഹന്മാരെ, പ്രത്യേകാൽ പരിശുദ്ധന്മാരായ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെയും അതേ തുടർന്ന് ജൂലൈ മാസത്തിൽ തന്നെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെ നമ്മൾ ഓർക്കുന്ന ദിനങ്ങളാണല്ലോ. ഈ വിശുദ്ധരുടെ മധ്യസ്ഥത നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കാം. വീഡിയോ ഓണാക്കാനായിട്ട് സാഹചര്യമുള്ളവർ വീഡിയോ ഓണാക്കിയാൽ നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. നിർബന്ധമൊന്നും ഉള്ളൊരു കാര്യമല്ല. പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം അപ്രകാരം നിങ്ങളൊന്ന് ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കൊരു സന്തോഷകരമായൊരു കാര്യം ഉള്ളത്, വി ഗോട്ട് എ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് ഫോർ അവർ MMVS എക്സാം. അതൊരു വലിയ അനുഗ്രഹമാണ്. ഞാൻ ഇതുവരെയും ഓരോ തിരുവചനം, പ്രത്യേകിച്ച് എബ്രായ ലേഖനം ഓരോ അധ്യായങ്ങളായിട്ട് എടുത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കണ്ടന്റ് വൈസ് ആയിട്ട് നമുക്കൊരു ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട റൂബി അത് എല്ലാവർക്കും ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറ്റ് ഈസ് അവൈലബിൾ ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഇൻ മലയാളം. രണ്ട് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്തിൽ ഇറ്റ് ഈസ് content based and related to the core themes of the letter to Hebrews. Letter to Hebrews-ന്റെ core themes എല്ലാം അതിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റൂബി അതെല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ റൂബി, താങ്ക് യു ഫോർ സർക്കുലേറ്റിംഗ് ദ സ്റ്റഡി മെറ്റീരിയൽ. താങ്ക് യു. അതിനകത്തിലെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. യേശുക്രിസ്തുവിന്റെ സവിശേഷതകൾ, യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ അതിന്റെ പ്രത്യേകതകൾ, യേശുക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സോ the first part of the study material we have already discussed it in our previous classes. It is about the uniqueness of Christ as the high priest, and also the specialities of the high priest of the Christ, and how he is different from Moses, or how he is higher than that of the Moses. മോശയേക്കാൾ യേശുക്രിസ്തു എങ്ങനെ വിശേഷപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഞാൻ അതുകൊണ്ട് ഇന്ന് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഐ എം ഫോക്കസിങ് ടു ദ ചാപ്റ്റർ 4, 4-ാം അധ്യായത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് ആരും ഇപ്പോഴതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട. ക്ലാസ് കഴിഞ്ഞിട്ട് വായിച്ചാൽ മതി. ഇപ്പം ഫ്രീ ആയിട്ടിരുന്നോളൂ. ഇപ്പം അതിൽ നമ്മൾ ഇച്ചിരി ഒന്ന് കോൺസെൻട്രേഷൻ ലിസൺ ചെയ്യുക. പ്ലീസ് പേ യുവർ അറ്റൻഷൻ to what is discussing here, and after that you can have a glance at your textbook. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് നിങ്ങൾക്ക് പിന്നീട് കടന്ന് വരാവുന്നതാണ്. അപ്പോൾ ഇൻ ചാപ്റ്റർ 4 അവിടെ പ്രധാനമായിട്ട് പറയുന്നത് the qualities, the specialities of the high priest of Christ, not only his qualities but the offerings, the sacrifices, the uniqueness of the sacrifices of Christ. യേശുക്രിസ്തുവിന്റെ ബലിയുടെ യുണീക്ക്നെസ്, അതിന്റെ സവിശേഷതകൾ, അതിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് പ്രധാനമായിട്ട് പറയുന്നത്. അവിടെ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോ എബ്രായ ലേഖനം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലാണ് യേശുക്രിസ്തുവിന്റെ ബലിയുടെ സവിശേഷത പറയുന്നത്. അപ്പോൾ എവരി വൺ ഈസ് അവെയർ ദാറ്റ് ദ സാക്രിഫൈസ് ഈസ് എ കോമൺ ടേം വിച്ച് വാസ് വെരി മച്ച് പോപ്പുലർ എമംഗ് ദ ഡയസ്പോറ ജൂസ്. യഹൂദന്മാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ ബലി എന്ന് പറയുന്ന പദം പല പ്രാവശ്യം അവർക്ക്
പരിചിതമുള്ളത്, സാക്രിഫൈസ് എന്ന പദം. അപ്പോൾ ഒരു ബലി എന്ന് ചുമ്മാതെ പറഞ്ഞാൽ അവരതിനെ ഒരു സാധാരണ നോർമൽ ഓഫറിംഗ് ആയിട്ട് കാണത്തുള്ളൂ. അപ്പോ പഴയ നിയമത്തിലെ ബലിയിൽ നിന്ന് വ്യത്യസ്തമായി യേശുക്രിസ്തുവിന്റെ ബലിയുടെ സവിശേഷതകളെ കുറിച്ചാണ് ഇതിനകത്തിൽ പറയുന്നത്. എബ്രായ ലേഖനം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ അതിനെക്കുറിച്ച് പറയും. സോ the word sacrifice, it's a popular term among the Jews, and here the author is trying to highlight the uniqueness of the sacrifice of the Christ and what makes it distinctive from the rest of the sacrifices that were offered in the Old Testament background. പഴയ നിയമ പശ്ചാത്തലത്തിൽ അർപ്പിക്കപ്പെട്ട ബലികളിൽ നിന്ന് വ്യത്യസ്തമായി യേശുക്രിസ്തുവിന്റെ ബലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മഹിമാസനത്തിൽ ഇരിക്കുന്നവനാണ് എന്ന് പറയും. സോ ഹി വാസ് എ കിങ്, എ റൂളർ ആൻഡ് അറ്റോൺഡ് വൺ ഇൻ ഹിസ് ത്രോൺ എന്നാ പറയുന്നത്, അല്ലെ? മഹിമാസനത്തിൽ ഇരിക്കുന്നവൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ 8-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ക്രിസ്തു സ്വർഗത്തിന്റെ മഹിമാസനത്തിന്റെ വലതുഭാഗത്തിരുന്ന് പക്ഷവാദം ചെയ്യുന്ന മഹാപുരോഹിതനാകുന്നു. സമാഗമന കൂടാരത്തിന്റെ തിരുനിവാസം സ്വർഗത്തിലെ മഹിമാസനത്തിന്റെ നിഴലായിരുന്നു. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രം അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അവിടെ ഇരിക്കുവാൻ സാധ്യമായിരുന്നില്ല. എന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് സദാ പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ട് അവൻ അഹ്റോനേക്കാൾ ശ്രേഷ്ഠനാകുന്നു. അപ്പൊ ഒന്നാമത്തെ യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തിന്റെയും ബലിയുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹി വാസ് എ മീഡിയേറ്റർ സിറ്റിംഗ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഹിസ് ഫാദർ. സ്വർഗത്തിലിരുന്ന് പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് സദാ എല്ലാവർക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു റോള് യേശുക്രിസ്തുവിനുണ്ട്. അതുകൊണ്ടാണ് പഴയ നിയമ പുരോഹിതൻ വർഷത്തിലൊരിക്കൽ മാത്രം, ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ പറയും, വർഷത്തിലൊരിക്കൽ മാത്രം എന്തോ ചെയ്യും, അതിവിശുദ്ധ സ്ഥലത്ത് എന്ന് ബലി അർപ്പിച്ചിട്ട് തിരിച്ചു വരും. അപ്പൊ ഒരു അർപ്പണം മാത്രമായിരുന്നു, ഒരു പൂജ മാത്രമായി. ഇറ്റ് വാസ് ഓൺലി ആൻ ആക്ട്. പക്ഷെ ഇവിടെ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ ബലിയായി തീരുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും സർവ്വ സൃഷ്ടികൾക്കും വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. സോ ജീസസ് ക്രൈസ്റ്റ് ആസ് ദ ഹൈ പ്രീസ്റ്റ് സിറ്റിംഗ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഹിസ് ഫാദർ ആൻഡ് പ്ലീഡിംഗ് ഇന്റർസെഷൻ ഫോർ ഓൾ ദ യൂണിവേഴ്സ്. സോ ദർ ഈസ് എ യൂണിവേഴ്സൽ salvation. He is pleading for the universal salvation and he is sitting at the right hand, unlike that of the Old Testament priest. പഴയ നിയമത്തിലെ ക്ലർജിയെ പോലെയല്ല പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഒന്നാമത്തെ യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തിന്റെയും ക്രിസ്തുവിന്റെ ബലിയുടെയും യുണീക്നെസ് എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ സ്വർഗോന്നതങ്ങളിലേക്കുള്ള ഒരു ശുശ്രൂഷയാണ്. സോ ഇറ്റ് ഈസ് എ സാക്രിഫൈസ്. ഹിസ് പ്രീസ്റ്റ്ഹുഡ് ഈസ് ആൻ ഓപ്പണിംഗ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ തുറവിയിലേക്കുള്ള ഒരു മേഖലമാണ് പറയുന്നത്. അത് ഭൗതിക ക്രമം അനുസരിച്ചുള്ളതല്ല. അതിന്റെ അടിസ്ഥാനം പുതിയതും ഒരു ഉടമ്പടിയിന്മേലുമാണ് അത് ഉറച്ചിരിക്കുന്നത്. പഴയ നിയമ പൗരോഹിത്യം പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമാണെങ്കിൽ ക്രിസ്തുവിന്റെ പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ് എന്ന് പറയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ന്യൂ കവനന്റ്. എന്താണ് ആ ന്യൂ കവനന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദാറ്റ് ത്രൂ ഹിസ് ഓഫറിംഗ് ഓർ സാൽവേഷൻ ഓർ സാക്രിഫൈസ്, ത്രൂ ഹിസ് സാക്രിഫൈസ് ഹി ഓപ്പൺ ദ ഡോർസ് ഓഫ് ദ ഹെവൻ ടു അസ്. സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു. അപ്പൊ പഴയ നിയമ ബലി ഒരു നിഴലായിരുന്നു. ഇറ്റ് was a kind of a symbol, a prefiguration, but that prefiguration or that prophecy is fulfilled in Christ. അപ്പം ഒരു മുൻകുറി ആയിരുന്നു എന്നാ പറയും. നമ്മൾ ഈ കഷ്ടാനുവാഴ്ചയിലെ റോമിയോൻ സദ്രാകളൊക്കെ വായിക്കുന്ന സമയത്തും പറയുന്നുണ്ട് ഈ പ്രീഫിഗറേഷൻ എന്ന വാക്ക്, പ്രീ സിംബൽ എന്ന വാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ബലി ഒരു മുൻകുറിയായി, ബലി കഴിച്ചതിന് ഒരു മുൻകുറിയായിരുന്നു. അല്ലെങ്കിൽ മറ്റു പലതിനും
പഴയ നിയമ ബലിക്ക് ഒരു മുൻകുറിയായിരുന്നു എന്ന് പറയുകയാണ്. അപ്പൊ പഴയ നിയമ ബലി ഇറ്റ് വാസ് എ പ്രീഫിഗറേഷൻ, അതൊരു മുൻകുറി ആയിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ ബലി ഇറ്റ് ഈസ് ആൻ ഓപ്പണിംഗ് ടുവേർഡ്സ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിലേക്കുള്ള ഒരു വാതിൽ നമുക്ക് തുറന്നു തന്നു. ആൻഡ് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എ ന്യൂ കവനന്റ്. അതൊരു പുതിയ കവനന്റിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ആ പുതിയ കവനന്റ് എന്ന് അവിടെ പറയുന്നുണ്ട്? പഴയ കവനന്റ് ഇറ്റ് വാസ് റിട്ടൺ ഓൺ സ്റ്റോൺ, അല്ലേ? അത് കൽപ്പലകളിൽ എഴുതിയ ഒരു ഉടമ്പടിയായിരുന്നു. എന്നാൽ പുതിയ കവനന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കവനന്റ് ഓഫ് ദ ഹാർട്ട്. അത് ഹൃദയത്തിന്റെ കവനന്റ് ആണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഇനി നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു എന്ന് പറയുകയാണ്. ഇറ്റ് ഈസ് ദ കവനന്റ് ഓഫ് ദ ഹാർട്ട്. നൗ ഓൺവേർഡ്സ്, ആഫ്റ്റർ ഹിസ് സാക്രിഫൈസ്, ആഫ്റ്റർ ഹിസ് റിസറക്ഷൻ, ജീസസ് ഓപ്പൺലി he confessed that he is not confessing, he is proclaiming that today onwards I am calling you as brethren. ഞാൻ ഇന്നു മുതൽ നിങ്ങളെ സഹോദരങ്ങൾ എന്ന് വിളിക്കുകയാണ്. ഇതാണ് പുതിയ ഉടമ്പടിയുടെ ബലിയുടെ പ്രത്യേകത. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ഇനി വായിച്ചു നോക്കിയാൽ മതി. ഒത്തിരി കാര്യങ്ങൾ അതിനകത്തിൽ പറയുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് പറയുകയാണ്. അപ്പൊ ഇനി വീണ്ടും പറയുകയാണ്, ഇനി പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ ന്യൂ കവനന്റ്? അപ്പൊ പുതിയ ഉടമ്പടിയുടെ പ്രത്യേകതകളെ കുറിച്ച് വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒന്നാമത്തെ കാര്യം, പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾ ദ പ്രോമിസസ് വെർ ഫുൾഫിൽഡ് ഇൻ ദ ന്യൂ കവനന്റ്. പഴയ എല്ലാം പുതിയ നിയമത്തിൽ പൂർത്തിതമായി. വീണ്ടും പറയുന്നു, അതിന്റെ പ്രധാന കേന്ദ്രം മനുഷ്യനായ ദൈവപുത്രനാണ്. പുതിയ നിയമത്തിന്റെ കർത്താവും മധ്യസ്ഥനും യേശുക്രിസ്തുവാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ന്യൂ കവനന്റ് ഈസ് ബേസ്ഡ് ഓൺ, ഇറ്റ് വാസ് ഫൗണ്ടഡ് ഓൺ ക്രൈസ്റ്റ്. ക്രിസ്തു കേന്ദ്രീകൃതമാണ് പുതിയ ഉടമ്പടി. പഴയ ഉടമ്പടി മോശ കേന്ദ്രീകൃതമായിരുന്നെങ്കിൽ പുതിയ ഉടമ്പടി ക്രിസ്തു കേന്ദ്രീകൃതമായ ഒന്നായിരുന്നു. പഴയത് കാളക്കുട്ടികളുടെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ടതാണെങ്കിൽ സ്വന്തം രക്തം ചൊരിഞ്ഞാണ് പുതിയ നിയമം സ്ഥാപിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇച്ചിരൂടെ അല്പം കൂടെ മുന്നിൽ പറഞ്ഞത്, ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ മീഡിയം ഓഫ് ദ കവനന്റ്, ഇസ് ദ ഫൗണ്ടിങ് സ്റ്റോൺ ഓഫ് ദ കവനന്റ്. പഴയ നിയമത്തിലെ ഉടമ്പടി കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം കൊണ്ട് സ്ഥാപിച്ചെങ്കിൽ പുതിയ നിയമത്തിന്റെ ഉടമ്പടി ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് സ്ഥാപിക്കുന്നു. സോ ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് the blood of the animals was the founding stone. Here the foundation stone is the blood of the Christ, the atoning blood of the Christ. ക്രിസ്തുവിന്റെ രക്ഷാകരമായ രക്തമാണ് അതിന്റെ ഉടമ്പടി എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് വീണ്ടും കുറെ കാര്യങ്ങൾ, അതിന്റെ വിശദീകരണങ്ങൾ പ്രധാനമായിട്ട് വീണ്ടും പറയുകയാണ്. പഴയ ഉടമ്പടി ശരിക്കും ഒരു ഭൗമിക ആരാധനയെ കേന്ദ്രീകൃതമായിരുന്നെങ്കിൽ പുതിയ ഉടമ്പടി സ്വർഗീയ ആരാധനയിലേക്കുള്ള ഒരു മുൻകുറിയാണ്. അപ്പൊ പഴയ നിയമ ഉടമ്പടി ശരിക്കും പറഞ്ഞാൽ ഒരു സമാഗമന കൂടാരത്തെ കേന്ദ്രീകൃതമായ ഒരു ഭൗമിക ആരാധനയായിരുന്നു, ഒരു എർത്ത്ലി സെന്റേർഡ് ലിറ്റർജി ആയിരുന്നെങ്കിൽ പുതിയ നിയമ ലിറ്റർജി, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ബലിയുടെ പ്രത്യേകത അത് ഒരു സ്വർഗ കേന്ദ്രീകൃതമായ ലിറ്റർജി ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ കർമ്മങ്ങളെക്കാൾ ഉപരി രക്ഷയും ദൈവരാജ്യത്തിന്റെ സങ്കല്പം, ദൈവരാജ്യാനുഭവമാണ് കർത്താവിന്റെ ബലിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ. സോ എൻട്രി ടു ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ആസ് വെൽ ആസ് ഓൾസോ ദ മെസ്സേജ് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ സന്ദേശവും ദൈവരാജ്യത്തിന്റെ ലേക്കുള്ള പ്രവേശനവുമാണ്. അതൊരു കർമാനുഷ്ഠാനങ്ങളെ കൂടെ താൽക്കാലിക സ്വഭാവത്തെ കുറിച്ചല്ല പ്രധാനമായിട്ട് പറയുന്നത്, ക്രിസ്തുവിന്റെ കേന്ദ്രീകൃതമായ ഒരു ആരാധനയെ കുറിച്ച്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒത്തിരി ലിറ്റർജിക്കൽ സെന്റേർഡ് ആണ്, റൂബ്രിക്സ് ധാരാളമുണ്ട്, കർമാനുഷ്ഠാനങ്ങളുണ്ട്. പക്ഷെ ആ കർമാനുഷ്ഠാനങ്ങൾക്ക് അപ്പുറത്തേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു എറ്റേണൽ മോട്ടിവേഷൻ ഉണ്ട്, ഒരു ഇറ്റേണൽ ഡെസ്റ്റിനേഷൻ ഉണ്ട്. അത് നമ്മൾ എപ്പോഴും മറന്നു പോകരുത്. ഞാനിത് ഒരു പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ആരാധനയിൽ വരുമ്പം, നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ അവിടെ കർമാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും
ആ കർമാനുഷ്ഠാനങ്ങൾക്കപ്പുറത്തേക്ക് പോകുന്ന ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളും മർമ്മങ്ങളും ഉണ്ട്. അതാണ് പ്രധാനപ്പെട്ടത്. അപ്പം ലിറ്റർജി ആൻഡ് ദ സാക്രമെന്റ്സ് ഓൾ ആർ ഡോഴ്സ് ടുവേർഡ്സ് ദ ഹെവൻലി കിങ്ഡം. അതിലേക്കുള്ള ഒരു മുൻകുറിയായിരുന്നു. അപ്പോ പഴയ നിയമത്തിൽ പുരോഹിതൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആ കർമ്മത്തിലായിരുന്നു, ലിറ്റർജിക്കൽ ഓറിയന്റഡ്, എന്താ പറയുക, കർമ്മ കേന്ദ്രീകൃതമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ കർമ്മങ്ങൾ ഉണ്ടെങ്കിലും ആ കർമ്മം ആത്യന്തികമായി പോയി നിൽക്കുന്നത് ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിലേക്കും അവിടെ നിന്ന് സ്വർഗരാജ്യത്തിന്റെ ഇതിലേക്കുമുള്ള ഇതിനെ കുറിച്ചാണ്. അപ്പോ മനുഷ്യരുടെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കുമുള്ള യാഗത്തെ കുറിച്ചാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. അതെല്ലാം അവിടെ വിശദീകരിച്ച് പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ പഴയ നിയമ ഉടമ്പടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമ ഉടമ്പടി ഒരു എന്താ പറയുന്നത്, ഒരു ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയാണെങ്കിൽ പോലും അതിനൊരു ഒരു 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 പെട്രിസ്റ്റിക് കളർ ഉണ്ടായിരുന്നു. പെട്രിസ്റ്റിക് കളർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു അടിയാൻ ഉടമ എന്ന് പറയുന്ന ഒരു ബന്ധം, അല്ലെങ്കിൽ ഓണർ ആൻഡ് ദ സ്ലേവ്, ദ ലോർഡ് ആൻഡ് ദ സ്ലേവ് എന്ന് പറയുന്ന ഒരു ചെറിയ കളറിങ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ, ഇവിടെ അതൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം അതിനെ പുതിയ ഉടമ്പടിയിലേക്ക് വരുന്ന സമയത്ത് അത് മനുഷ്യ ഹൃദയങ്ങളിലാണ്. ഇറ്റ് വാസ് റിട്ടേൺ ഇൻ ദ ഹാർട്ട് ഓഫ് ദ പീപ്പിൾ ബേസ്ഡ് ഓൺ ദ ലവ്. സ്നേഹ കേന്ദ്രീകൃതമായ ഒരു ഉടമ്പടിയാണ്. അവിടെ ദൈവം ഉടയവനും നമ്മൾ അടിമയുമായിട്ട് ദൈവത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്നുള്ളതല്ല, ക്രിസ്തുവിനെ സഹോദരൻ എന്ന് വിളിക്കുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്ന ഒരു വലിയ സവിശേഷത അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇനിയുള്ളത് വളരെ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാനതൊന്ന് വായിക്കുകയാണ്. പുതിയ നിയമത്തിന് സവിശേഷതകൾ ധാരാളമുണ്ട്. അവ ബഹുലമായ ചില ചട്ടങ്ങളും പ്രമാണങ്ങളും ആയിരുന്നില്ല, ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പൊ പുതിയ നിയമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ് വാസ് സെന്റേർഡ് ഓൺ ദ ലവ് ഓഫ് ഗോഡ്. ദൈവസ്നേഹത്തിൽ അനുകൃതമായിട്ടായിരുന്നു. ദൈവവും മനുഷ്യനുമായി ആത്യന്തിക ബന്ധം സ്ഥാപിക്കുന്നതായിരുന്നു. ടു ക്രിയേറ്റ് ജെനുവിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹിസ് പീപ്പിൾ. അതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മനുഷ്യ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ആ ഉടമ്പടി സ്ഥാപിച്ചു. സോ ദ കവനന്റ് വാസ് റിട്ടൺ in the hearts of the people through the indwelling of the Holy Spirit, through the intervention of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ ആയിരുന്നു അത് ചെയ്യുന്നത്. നാലാമത് വീണ്ടും പറയുകയാണ്, പഴയ നിയമത്തിൽ മനഃപൂർവമായി ചെയ്യുന്ന ലംഘനങ്ങൾക്ക് ക്ഷമ ലഭിക്കുകയില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അനുദപിക്കുന്നവർക്ക് ക്ഷമയും പാപമോചനവും ലഭ്യമാകുന്നു. പാപങ്ങൾ ക്ഷമിക്കപ്പെടാത്ത പക്ഷം മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ നിയമം എഴുതപ്പെടുവാൻ സാധ്യമല്ല. പാപങ്ങൾ ക്ഷമിക്കാതെ പുതിയ സൃഷ്ടിയാകുവാൻ കഴിയുന്നതുമല്ല. അപ്പൊ പഴയ നിയമത്തിൽ ഡെലിബറേറ്റ് സിൻസിന് മോചനം കിട്ടാൻ പ്രയാസമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ എല്ലാ പാപങ്ങൾക്കും മോചനം തന്നിന് ഒരു യൂണിവേഴ്സൽ അബ്സൊല്യൂഷൻ ഓഫ് ദ സിൻസ്, ഒരു പാപത്തിന്റെ സാർവത്രികമായ ഒരു മോചനം ക്രിസ്തുവിലൂടെ നമ്മൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അത്ര വിശാലമായ ഒരു യൂണിവേഴ്സൽ ഇൻക്ലൂസീവ് നേച്ചർ ഓഫ് സാൽവേഷൻ, അതാണ് ക്രിസ്തുവിലൂടെയുള്ള പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ അവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കും. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വായിച്ചാൽ മനസ്സിലാകുന്നത് മാത്രമാണ്. ഇനി വീണ്ടും പറയുകയാണ് പുതിയ നിയമ ആരാധനയുടെ ശ്രേഷ്ഠത, പുതിയ നിയമ ആരാധനയുടെ യുണീക്ക്നെസ്. അപ്പം ആദ്യം യേശുക്രിസ്തു എന്ന പുരോഹിതന്റെ ശ്രേഷ്ഠത, പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ ബലിയുടെ വ്യത്യസ്തതകള്, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ വ്യത്യസ്തതകള്, ഇനി പുതിയ നിയമത്തിലെ ആരാധനയുടെ വാട്ട് ആർ ദ യുണീക്ക്നെസ് ഓഫ് ദ ലിറ്റർജി ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് ഓർ ദ വർഷിപ്പ് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ്. പുതിയ നിയമത്തിന്റെ ആരാധന, പുതിയ നിയമ വർഷിപ്പിന്റെ സെന്റർ, അതിന്റെ ഡിസ്റ്റിങ്റ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് പ്രത്യേകമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോ ആദ്യ ഭാഗത്ത് അവിടെ പറയുന്നത് പഴയ നിയമ ആരാധനയെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരണം ഈ അധ്യായങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച്
എബ്രായ ലേഖനത്തിന്റെ 9-ാം അധ്യായത്തിൽ പഴയ നിയമ ആരാധനയെ കുറിച്ച് പറയുന്നുണ്ട്. സമാഗമന കൂടാരം, അതിലെ അറേഞ്ച്മെന്റ്സ്, അതിൽ എങ്ങനെയൊക്കെയാണ് ആരാധന നടത്തിയിരുന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും, 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന 12 വടികൾ, കാഴ്ചയപ്പം എവിടെ വെച്ചിരുന്നു, ശാബത്ത് എങ്ങനെ ആചരിച്ചു, നിലവിളക്ക് എങ്ങനെ ആയിരുന്നു, പുരോഹിതൻ ആണ്ടിലൊരിക്കൽ ധൂപം വീശാനായിട്ട് കടന്നു എന്ന് പറയുന്ന ലേവ്യ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റ് ലിറ്റർജിക്കൽ സ്ട്രക്ചറിനെ വളരെ ഭംഗിയായിട്ട് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം ഒന്നുകൂടെ പറയുകയാണ് അപ്പോസ്തലൻ. എന്തിനാ അപ്പോസ്തലൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്പീക്കിംഗ് ടു ദ ഡയസ്പോറ ജ്യൂസ്, യഹൂദ മതത്തിൽപ്പെട്ട ഡയസ്പോറ ജ്യൂസിനോടാണ് സംസാരിക്കുന്നത്. അപ്പം അവർക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിന് ശേഷം വേണം ഈ പുതിയ നിയമത്തിലോട്ട് പോകാൻ. അപ്പൊ ഇത് നമുക്ക് തരുന്ന ഒരു പാഠം എന്താണെന്നറിയാം? വിത്തൗട്ട് exploring, without studying the Old Testament, we will not be able to interpret the mysteries of the New Testament. പഴയ നിയമത്തിന്റെ പശ്ചാത്തലമില്ലാതെ പുതിയ നിയമത്തിന്റെ രഹസ്യങ്ങളെ, മർമ്മങ്ങളെ വ്യാഖ്യാനിക്കുവാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്ത് എബ്രായ ലേഖനകർത്താവ് പഴയ നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ഈ ദിവസങ്ങളിൽ ശ്ലീഹാനോയമ്പായിരുന്നല്ലോ. നമ്മൾ സ്തേഫാനോസ് സഹതായുടെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തികൾ 6-7 അധ്യായങ്ങളിൽ കണ്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 10-11 അധ്യായങ്ങളിൽ ശൗലിന്റെ മാനസാന്തരത്തെ കുറിച്ച് കണ്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 5-6 അധ്യായങ്ങളിലൊക്കെ സ്ലീഹന്മാരുടെ പ്രസംഗങ്ങളെ കുറിച്ച് പറയും. ഈ പ്രസംഗം എല്ലാം നടത്തുമ്പോൾ അവർ ചുമ്മാ അങ്ങ് യേശു ക്രിസ്തു അങ്ങനെയാന്ന് പറയുന്നില്ല. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെ ആയിരുന്നു, അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ഇങ്ങനെ അവരുടെ ഹെറിറ്റേജ് ആണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. അവരുടെ ഹെറിറ്റേജ് പറഞ്ഞിട്ട് ആ ഹെറിറ്റേജ് ഇന്ന് എങ്ങനെ സിഗ്നിഫിക്കന്റ് ആയിരിക്കുന്നു എന്ന് പറയുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഗ്രീക്ക് റെറ്ററിക് സ്റ്റൈലുണ്ട് ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ. അപ്പോസ്തലന്മാരുടെ പ്രസംഗ ശൈലിയെ കുറിച്ച് ഒരു പഠനം തന്നെയുണ്ട്. ഈ റെറ്ററിക് സ്റ്റൈൽ ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്ന് പറഞ്ഞ ഒരു പഠനശാഖ തന്നെയുണ്ട്. അവരുടെ ഹോമിലിറ്റിക്സ് എങ്ങനെയായിരുന്നു, അവരുടെ ഹോമിലീസ്, അതിന്റെ സ്ട്രക്ചർ. അപ്പം ഗ്രീക്ക് പ്രത്യേകിച്ച് അരിസ്റ്റോട്ടലും പ്ലേറ്റോയുടെയും ഒക്കെ അക്കാഡമികളിൽ തുടർന്ന് വന്നിരുന്ന ഒരു ശൈലിയാണ് പാസ്റ്റ് പറയുക. പാസ്റ്റിന്റെ ഗ്ലോറിയെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ കോണ്ടെക്സ്റ്റിൽ പ്രസന്റിനെ മീനിങ് ആക്കുക എന്ന് പറയുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു ഗ്രീക്ക് റെറ്ററിക് സ്റ്റൈലാണ്. അതേ സ്റ്റൈല് തന്നെയാണ് സ്ലീഹന്മാര് ഈ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവരുടെ ഒരു മെത്തഡോളജി, അവരുടെ രീതിശാസ്ത്രം അത് തന്നെയായിരുന്നു. അതേ രീതിശാസ്ത്രം തന്നെയാണ് സെന്റ് പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ആ ഒരു റെറ്ററിക് സ്റ്റൈൽ അതൊന്നും സ്റ്റഡി നോട്ട്സിനകത്ത് പറയുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് അഡീഷണലി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി വീണ്ടും പറയുകയാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു പഴയ നിയമ ആരാധന. ഇനി പഴയ നിയമത്തിലെ ബലിയനുഷ്ഠാനങ്ങൾക്കും ചട്ടങ്ങൾക്കും പ്രമാണങ്ങൾക്കും പൂർണ്ണമായി വീണ്ടെടുപ്പ് സാധ്യമാകുവാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ യാഗം അതൊരിക്കൽ എന്നേക്കുമായി പൂർണ്ണമാക്കി. അപ്പോ പറയുകയാണ്, ഇങ്ങനെ നമുക്ക് പഴയ നിയമത്തിൽ ഒരു ബലി ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. ഇറ്റ് വാസ് നോട്ട് സഫിഷ്യന്റ് ഫോർ അവർ ഹോൾ റിഡംഷൻ ഓഫ് അവർ ഹ്യൂമാനിറ്റി, ഓഫ് അവർ റേസ്. സോ the Israelites, the offerings that they inherited through the Moses, through the old covenant, was not sufficient to reach the goal of the universal salvation, whereas the sacrifice of the Christ enables us to attain the destination point, that is the universal salvation. ക്രിസ്തുവിലൂടെയുള്ള ബലിയുടെ പ്രത്യേകത പൂർണ്ണമായ വീണ്ടെടുപ്പാണ്. ദ ഹോൾ റിഡംഷൻ ഓഫ് ദ ഹോൾ ക്രിയേഷൻ, സൃഷ്ടി മുഴുവനുമുള്ള ഒരു വലിയ വിമോചനം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലും റോമാലേഖനത്തിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പോ യേശുക്രിസ്തു തന്റെ രക്തം കൊണ്ട് എടുത്ത ആ ഒരു വിമോചനം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. ആൻഡ് ഇറ്റ് വാസ് എ ഹ്യൂമൻ ബ്ലഡ് ആസ് എ റാൻസം ഫോർ ഓൾ ദ ക്രിയേഷൻ. സൃഷ്ടിക്ക് മുഴുവനും മറുവിലയായി കൊടുത്തത് സ്വന്തം രക്തമാണ്, മൃഗബലി അല്ല എന്ന് പറയുകയാണ്. ഇനി രണ്ടാമത് വീണ്ടും പറയുകയാണ്, ആൻഡ് ജീസസ് ആസ് എ ഹൈ പ്രീസ്റ്റ് he offered himself for our salvation, and he is again rose up and now is sitting at the right hand of his father. മരിച്ചു, കാളെ കൊന്നു, ആ ബലി കാളയുടെ മരണത്തോട് അവസാനിക്കുക.
എന്നാൽ ഇവിടെ ബലി അറുക്കപ്പെട്ട നിത്യകുഞ്ഞാട്, ക്രിസ്തുവാകുന്ന നിത്യകുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അപ്പോ ആ ഒരു ഭൗതികമായ ഒരു എൻറ്റിറ്റി കൊണ്ട്, ബ്ലഡ് സാക്രിഫൈസ് കൊണ്ട് ആ ഒരു കടമ നിൽക്കുന്നില്ല. അതിനുശേഷം വീണ്ടും കർത്താവ് തന്റെ മധ്യസ്ഥ പ്രാർത്ഥന പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പാട്ടിൽ തന്നെ പറയുന്നത്, താതൻ സന്നിധിയിൽ സദാ പക്ഷപാതം ചെയ്യുന്ന നാഥ എന്ന് പറയുന്ന ആ പാട്ടിന്റെ പോലും ഒരു ബേസ് ഇതാണ്. അപ്പോ യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ സദാ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കാളകളുടെ ബലി അത് നടന്നു, അവിടം കൊണ്ട് അത് അവസാനിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ബലി, കാൽവറിയിലെ ബലി അവസാനിച്ചിട്ടും നിരന്തരമായി സൃഷ്ടിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള അവന്റെ മധ്യസ്ഥത, ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് ഇറ്റേണലി, അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് അവർ പറയുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും മൂലം നമുക്ക് യഥാർത്ഥ കൃപാസനമായ ദൈവസന്നിധിയിലേക്ക് പ്രവേശനം സാധ്യമായിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓപ്പൺ ദ ഡോർസ് ഓഫ് ദ ഹെവൻ. അതാണ് ബലിയുടെ ഒന്നാം വശം. 2, ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാകിയാൽ അവിടുത്തെ സന്നിധിയിൽ നമുക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലാം. ഉറപ്പുള്ള മനസാക്ഷിയോടെ നമുക്ക് അടുത്ത് ചെല്ലാം. അതും എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിപ്പാൻ കൃപാസനത്തിന്റെ മുന്നിൽ നമുക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലാം. അപ്പൊ ഒരു മക്കൾ എന്ന നിലയിൽ ആ ബലിയിലൂടെ പിതാവിന്റെ സന്നിധിയിലേക്ക്, കൃപാസനത്തിലേക്ക് നമുക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലാം. സമാപന കൂടാരത്തിൽ പുരോഹിതന് മാത്രമേ പറ്റത്തുള്ളായിരുന്നു അടുത്ത് ചെല്ലാൻ. അവിടെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ആ റെസ്ട്രിക്ഷൻസ് നീങ്ങി. അതുകൊണ്ടാണ് പറയുന്നത്, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു നീക്കി ഇരുപക്ഷത്തെയും ഒന്നാക്കി അവൻ വേലിക്കല്ല് പൊളിച്ചു, പിതാവിനോട് നമ്മെ സംയോജിപ്പിച്ചിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പല പ്രാവശ്യം പല ലേഖനങ്ങളിൽ പറയുന്നതിന്റെ കൺസോളിഡേറ്റഡ് രൂപമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനിയും കണ്ടോ, മൂന്നാമത് പറയുന്നു അടുത്ത് ചെല്ലുക, അടുത്ത് വരിക എന്നത് ആവർത്തിച്ച് പറയുന്നു. അപ്പൊ വിശ്വാസത്തിൽ നിന്ന് വെളിപ്പോയവർക്കും വിശ്വാസ ത്യാഗികൾക്കും വിജാതിയർക്കും ഒക്കെ ഒരു ഓപ്പണിംഗ് ആണ്, ഒരു വെൽക്കമിങ് നേച്ചറാണ് കിങ്ഡം ഓഫ് ഗോഡ് നൽകുന്നത്. ദൈവരാജ്യം അടുത്തു വരാനുള്ള ഒരു ആഹ്വാനം തരുന്നു. അത് യഹൂദന് മാത്രമല്ല, യവനന് മാത്രമെന്നല്ല. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ എനി കൈൻഡ് ഓഫ് സിറ്റിസൺഷിപ്പ് or native or gender or caste or any kind of special specialities or special conditions. Rather, it is open to all. The door is open to all. എല്ലാവർക്കും അത് തുറന്നു വെച്ചിരിക്കുകയാണ് എന്ന് പറയുക. 4-മത് വീണ്ടും പറയുന്നു, ക്രിസ്ത്യാനികൾ വിശ്വാസം ഏറ്റു പറയുന്ന പ്രത്യാശയുള്ളവരാണ്. അപ്പം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ഈ ബലിയിലൂടെ നമ്മുടെ പ്രത്യാശ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 5-മത് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് ലഭിക്കുന്നു. 6-മത് സ്നേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യാനുള്ള പ്രചോദനം അവിടെ നൽകുകയാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. വീണ്ടും 7-മത് പറയുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി ബലിയായി തീർന്നു, അതിൽ നമുക്ക് അടുത്ത് ചെല്ലാം, നമുക്ക് സ്നേഹത്തിലൂടെ അതിലേക്ക് അടുത്തു വരാം. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അങ്ങനെയെങ്കിൽ ആരാധന അനുഷ്ഠാനങ്ങളിൽ നിന്നും മാറി നിൽക്കരുത്. പ്രെയർ ലൈഫ് അബ്സ്റ്റെയിൻ ചെയ്യാൻ പാടില്ല. വി ഷുഡ് ബി സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ അവർ പ്രെയർ ലൈഫ്, ഇൻ അവർ പ്രെയർ, ബിൽഡ് അപ്പ് എ ബ്യൂട്ടിഫുൾ പ്രെയർ കൾച്ചർ. പ്രാർത്ഥനയുടെ ഒരു നല്ല സംസ്കാരം അവിടെ രൂപപ്പെടുത്താനായിട്ട് സാധിക്കുകയാണ്. പിന്നെ വിശ്വാസത്യാഗത്തിന്റെ ഭയാനകതയും അത് ഉളവാക്കുന്ന ശിക്ഷാവിധിയും വിസ്മരിക്കരുത്. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ പീഡനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസം വിട്ടിട്ട് നമ്മൾ പോകുന്ന ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാകരുത്. ആത്മീയ ധൈര്യം പ്രാപിക്കുക, പ്രത്യാശയുടെ മൂല്യം ഉറപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ 2-മത്തെ വരവിനായിട്ട് കാത്തിരിക്കുക. ഇതൊക്കെ ആ അധ്യായങ്ങളിൽ പറയുന്ന ആശയങ്ങൾ ചുരുക്കി ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഇത്രേ ഉള്ളൂ. ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ബലി, ആ ബലിയുടെ സവിശേഷതകൾ, ആ മഹാപുരോഹിത ശുശ്രൂഷയുടെ സവിശേഷതകൾ, പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ പ്രത്യേകതകൾ, പഴയ നിയമ ആരാധനയിൽ ഉണ്ടായിരുന്ന കുറവുകൾ എങ്ങനെ പുതിയ നിയമ ആരാധനയിൽ പരിഹരിക്കപ്പെട്ടു എന്ന് വളരെ വ്യക്തമായി അപ്പോസ്തലൻ വളരെ മനോഹരമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വളരെ
കൃത്യമായ നിലയിൽ പേജ് നമ്പർ 26 എൻ്റെ വിചാരം. പേജ് നമ്പർ 26 മുതൽ ഉള്ള പേജുകളിൽ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പം നോട്ട്സിന്റെ ഒന്നും ആവശ്യമില്ല. അതിന് തൊട്ട് മുമ്പുള്ള 2 പാഠങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. യേശുക്രിസ്തുവിന്റെ അനന്യത, യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ചും ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്നാ എക്സാം റൂബി? നവംബർ 16. നവംബർ 16. അപ്പൊ നമുക്കൊരു എത്ര ക്ലാസ്സുകളാ നമുക്ക് ആവശ്യമായിരിക്കുന്നേ?